വിശ്വാസത്തിന്റെ പേരിൽ ലോകമെമ്പാടും പീഡനമേൽക്കേണ്ടി വരുന്ന ക്രൈസ്തവരുടെ ജീവിതകഥകൾ നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കണമെന്ന് കർദിനാൾ തിമോത്തി ഡോളൻ. ക്രൈസ്തവ പീഡനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു കർദിനാൾ ഡോളൻ. വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ സഹോദരീ സഹോദരന്മാർ അനുഭവിക്കുന്ന വേദനകൾ നമ്മുടേതായി മാറണമെന്ന് കർദിനാൾ തിമോത്തി ഡോളൻ പറഞ്ഞു. 2000 വർഷത്തെ ചരിത്രത്തിലെ ക്രിസ്ത്യൻ രക്തസാക്ഷികളിൽ പകുതിയും 20-ാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടവരാണ്. 2 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇതുവരെ 1.25 മില്യൺ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഭീതിജനകമാണ്. വിശ്വാസികൾക്കെതിരെയുള്ള ഭീഷണി ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കർദിനാൾ തിമോത്തി ഡോളൻ പറഞ്ഞു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തെ രക്തസാക്ഷികളുടെ പുതുയുഗമെന്നാണ് കർദിനാൾ വിശേഷിപ്പിച്ചത്. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വളരെ ഉയർന്നതായി തോന്നാം, എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ വളരെയേറെ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന സത്യം നാം മറക്കരുതെന്ന് കർദിനാൾ ഡോളൻ ഓർമ്മിപ്പിച്ചു. പീഡിത ക്രൈസ്തവ സമൂഹത്തിനായുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ശക്തമാക്കാനും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. വിശ്വാസത്തിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരീ സഹോദരന്മാർ നേരിടുന്ന കഷ്ടപ്പാടുകളെയും സഹനങ്ങളെയും കുറിച്ച് വിശ്വാസി സമൂഹം കൂടുതൽ ബോധവാന്മാരാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മതസ്വാതന്ത്ര്യത്തിനായുള്ള US കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് കമ്മിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കർദിനാൾ തിമോത്തി ഡോളൻ. പീഡിത ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ച് ചൈന, സുഡാൻ, നൈജീരിയ, ഇറാഖ് ഉൾപ്പെടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തങ്ങളുടെ ദേശത്തെ വിശ്വാസി സമൂഹത്തിന്റെ വേദനകളും കഷ്ടപ്പാടുകളും പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.